ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ അവരുടെ സ്പെഷ്യൽ ദിവസങ്ങളിൽ, അതായത് നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് വെള്ളപ്പോള. അപ്പൊ വെള്ളപ്പോള സാധാരണ അതിന്റെ ആ ഒരു തനതായിട്ടുള്ള ആ ഒരു റെസിപ്പി അല്ല കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ഇന്ന് വെള്ളപ്പോള ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തെടുക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെള്ള ചോറാണെന്നുണ്ടെങ്കിലും അപ്പത്തിന് കുറച്ചും കൂടെ നല്ല വൈറ്റ് കളറൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തേങ്ങ ചിരകി എടുക്കുമ്പോഴും അതിന്റെ ആ ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗം ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെള്ള കളർ അപ്പത്തിന് കിട്ടും. ഏതായാലും കുഴപ്പമില്ല, ടെക്സ്ചറൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മധുരം ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇതിലേക്ക് കറി കൂട്ടി കഴിക്കാനുള്ളതായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളത് തന്നെ വാങ്ങിക്കുക കേട്ടോ വാങ്ങിക്കുന്ന സമയത്ത്. കാരണം ഒരു വലിയ തരിയുള്ള ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് വരും. അപ്പൊ ഈ ഒരു ഈസ്റ്റ് ആകുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് അപ്പത്തിലൊന്നും ഒട്ടും തന്നെ വരില്ല കേട്ടോ. അപ്പൊ ഇൻസ്റ്റന്റ് ഈസ്റ്റ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടി പോകരുത്. ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു അരിയുടെ ആ ഒരു ലെവലിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതാ ഇതുപോലെ ഇത്രയും മതി കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതാ അരച്ചെടുത്തിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ല തിക്കായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഒരു 1/4 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് തിക്കുമായിട്ടല്ല എന്നാൽ ഒരുപാട് ലൂസായിട്ടും അല്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. പൊങ്ങാൻ എടുക്കുന്ന സമയം നമ്മൾ വെക്കുന്ന സ്ഥലത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1-1.5 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊങ്ങി കിട്ടും. ഇനിയിപ്പോ തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ, തണുപ്പുള്ള കാലാവസ്ഥ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ആവും കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ നമ്മള് മാവ് ഇപ്പോൾ എടുക്കുന്നത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ ഞാനിത് തണുപ്പ് ഇപ്പൊ മഴയുള്ള സമയമായതുകൊണ്ട് ഞാൻ ഓവൻ ഒന്ന് ചൂടാക്കിയിട്ടിട്ട് അതിന്റെ ഉള്ളിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പൊങ്ങിയ മാവിനെ ഒരുപാട് ഇട്ട് കുത്തി ഇളക്കരുത് കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു പതപത പോലെ നിൽക്കണം കേട്ടോ നമ്മുടെ മാവ്. അപ്പോഴേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി ഇതാ നമ്മൾ ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് കേട്ടോ. അതിൽ നെയ്യൊന്ന് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നെയ്യ് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് പതുക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു പതയോട് കൂടിയിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്ലാതെ അടിയിൽ നിന്ന് ഇളക്കിയിട്ടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു പതഞ്ഞ പരുവത്തിലുള്ള ഒരു മാവായിരിക്കും കേട്ടോ. അപ്പൊ അത് ഒരുപാട് അങ്ങ് ഇളക്കിയിട്ട് പിന്നെ ആ പൊങ്ങിയതൊന്നും താഴ്ത്തി കളയരുത്. പതുക്കെ ഇതുപോലെ നമുക്ക് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിറയെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കട്ടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കാം കേട്ടോ. ഞാനിപ്പോ ഈ ഒരു പ്ലേറ്റിന്റെ 1/4 ഭാഗമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ സ്റ്റീമറിന്റെ തട്ടിലേക്ക് പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്കിതൊരു 10-12 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഒരുപാട് തിക്കല്ലാത്തതുകൊണ്ട് അത്രയും സമയമാകുമ്പോഴേക്കും റെഡി ആവുന്നുണ്ട്. നല്ല തിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ വരും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇതുപോലെ ഒരു പപ്പട സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പൊ ഇത് നല്ല കറക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ഒട്ടുന്ന പരുവത്തിലൊന്നും അല്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ ഇതിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ അങ്ങ് വിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. പിന്നെ ഇതുപോലെ കട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കുഞ്ഞു ബൗളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കോരി ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഓരോരുത്തർക്കായിട്ട് സെർവ് ചെയ്യാം. അപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം കേട്ടോ. കുറച്ചുകൂടെ മധുരം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.